വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലേൺ ഈസി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 8 ആണ്, ഫുഡ് വി ഈറ്റ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്? വാട്ടറിനെ കുറിച്ചിട്ടാണ് അല്ലെ? വാട്ടറിന്റെ ഇമ്പോർട്ടൻസ് ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഫുഡിനെ കുറിച്ചിട്ടാണ്. നോക്കാം. Draw picture of your favorite homemade food dishes and name them. ഇവിടെ നിങ്ങൾ താഴെ നിങ്ങളെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് ഏതാണെന്നുള്ളതും അതിന്റെ പേരൊക്കെ ഇവിടെ എന്ത് ചെയ്യുക, ഡ്രോ ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടമുള്ളത് ഏതാണ്? ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലി, സാമ്പാർ ആണെങ്കിൽ ദോശയോ അഥവാ ചപ്പാത്തിയോ പൂരിയോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം വീട്ടിലുണ്ടാക്കുന്നത്. ഹോം മെയ്ഡ് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫുഡിനെ കുറിച്ചിട്ടല്ല നമ്മൾ പറയുന്നത്, ഹോം മെയ്ഡ് ഫുഡിനെ കുറിച്ചിട്ടാണ് അല്ലേ? ഹോം മെയ്ഡ് ഫുഡില് വീട്ടിൽ അമ്മയും അച്ഛനും ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഉണ്ടാക്കി തരുന്ന ഫുഡുകളില്ലേ, നല്ല ഫുഡുകൾ ഉണ്ടാക്കി തരാറില്ലേ? ആ ഫുഡിൽ ഏറ്റവും ഫേവറേറ്റ് ആയത് ഏതാച്ചാൽ അതിന്റെ ചിത്രം ഡ്രോ ചെയ്തോളൂ കേട്ടോ. ഷെയർ യുവർ റീസൺസ് ഫോർ വൈ യു ലൈക്ക് ദ ഫുഡ് ഐറ്റംസ് യു ഹാവ് ഡ്രോൺ. നിങ്ങൾ വരച്ച ചിത്രത്തിലെ ഫുഡ് ഐറ്റം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഇഷ്ടപ്പെട്ടതെന്നുള്ള റീസൺസ് എഴുതണം. ഓക്കെ, ഇഡ്ഡലി ആണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായത്? അത് സോഫ്റ്റ് ആയതുകൊണ്ടാണോ? അങ്ങനെ എന്താണ് നിങ്ങൾക്ക് ഓരോരോ കാരണങ്ങൾ ഉണ്ടാവില്ലേ? ഇനിയിപ്പോ പൂരി ആണെങ്കിൽ അത് ക്രിസ്പി ആയതുകൊണ്ടാണോ നിങ്ങൾക്ക് ഇഷ്ടം? അതൊക്കെ എഴുതി വെക്കുക കേട്ടോ. We all like to eat and drink different things. Some of these food items are sweet, some are sour, some are spicy and some are bitter. നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനും കുടിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ? അത് ചിലത് എന്തായിരിക്കും, നല്ല സ്വീറ്റ് ആയിട്ടുള്ളതായിരിക്കാം, ചിലത് എന്തായിരിക്കും കുറച്ച് ബിറ്റർ ആവും, സ്പൈസി ആവും, ചിലപ്പോൾ കുറച്ച് പുളിപ്പുള്ളതാവും. അങ്ങനെ ഡിഫറെന്റ് ടേസ്റ്റുകളായിരിക്കും അതെല്ലാം അല്ലേ? We eat fruits, we eat vegetables and we eat rice, dal, roti അല്ലേ? നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകള്, വെജിറ്റബിൾസ്, റൈസ്, ദാൽ, അങ്ങനെ പല തരത്തിലുള്ള ഭക്ഷണം കഴിക്കാറുണ്ട്. We drink milk, lassi or juice. അതുപോലെ തന്നെ നമ്മൾ പാല് കുടിക്കാറുണ്ട്, ലസ്സിയ, ജ്യൂസ്, അങ്ങനെ പല തരത്തിലുള്ള ഡ്രിങ്ക്സുകളും കുടിക്കാറുണ്ട് അല്ലേ? Have you ever wondered why we eat and drink? നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാണ്? അതിനു മുന്നേ നമുക്ക് ചെറിയ കാര്യം പറയാം. Chap and Bog is a special food prepared on festival and auspicious occasion in honor of guests, friends and family. ഈ ചപ്പൻ ബോഗ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡാണ്. എപ്പോഴാണ് ഉണ്ടാക്കുന്നത്? ഫെസ്റ്റിവൽസിന്റെ സമയത്ത്, ഓസ്പീഷ്യസ് ഒക്കേഷൻസുകളിൽ ഗസ്റ്റിനെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയും ഫാമിലീസിനെയൊക്കെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ്. നമ്മൾ സദ്യ എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ. It contains 56 varieties of food items representing a harmonious blend of 6 tastes. നമ്മൾ ആ ഭക്ഷണത്തിൽ ചപ്പൻ ബോഗിൽ എന്തുണ്ട്? 56 വെറൈറ്റി ഫുഡുകളുണ്ട്. ഡിഫറെന്റ് ടേസ്റ്റുകളിലുള്ള 56 വെറൈറ്റി ഫുഡുകളുണ്ട്. ഏതൊക്കെയാണ്? സ്വീറ്റ്സ് ഉണ്ട്, സ്വീറ്റ് ആണ്, സ്പൈസി, സോർ, സാൾട്ടി, ബീറ്റർ. Talk to the elders in your family and discuss in the class. Why do we need to eat and drink? നമുക്ക് ഭക്ഷണം ഇങ്ങനെ കഴിക്കേണ്ടതിന്റെയും കുടിക്കേണ്ടതിന്റെ ഒക്കെ എന്താണ് അതിന്റെ ആവശ്യമെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? എൽഡേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണം. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എപ്പോഴും ഉണ്ടാവില്ലേ വെജിറ്റബിൾസ് കഴിക്കാനൊക്കെ വീട്ടിൽ നിന്ന് അമ്മ പറയുന്നുണ്ടാവും, അച്ഛൻ പറയും അല്ലേ? സ്റ്റോറി ഓഫ് ഷിറിൻ ദ റണ്ണർ. ഷിറിൻ ആരാണ്? ഒരു റണ്ണറാണ്. ഷിറിൻ വാസ് ഇൻ ക്ലാസ് 3. നിങ്ങളെ പോലെ തന്നെ ക്ലാസ് 3 ഒരു കുട്ടിയാണ് ഷിറിൻ. ഷീ യൂസ്ഡ് ടു റൺ വെരി ഫാസ്റ്റ്. അവള് സാധാരണയായിട്ട് വളരെ വേഗത്തിൽ ഓടുന്ന ആളാണ്. ഷീ റാൻ ഫാസ്റ്റർ ദാൻ എവരിവൺ ഇൻ ദ ക്ലാസ്. ക്ലാസ്സിലെ എല്ലാവരെക്കാളും നന്നായിട്ട് ഓടുന്ന ആരാണ്? ഷിറിൻ ആണ്. One day during a sports event in the school, Shirin met a runner who was a champion and had won many medals. ഷിറിൻ സ്കൂളിലെ സ്പോർട്സ് ഇവന്റിലെ എന്താണ് ഒരു കോമ്പറ്റീഷനിൽ, റണ്ണർ കോമ്പറ്റീഷനിൽ പങ്കെടുത്തപ്പോൾ ആരെയായിട്ട് ഫേസ് ചെയ്യേണ്ടി വന്നു? ചാമ്പ്യൻ. ഒരുപാട് മെഡൽസ് ഒക്കെ കിട്ടിയ ചാമ്പ്യനായിട്ട് ഷിറിൻ ആസ്ക്ഡ് ദ ചാമ്പ്യൻ, ഹൗ ക്യാൻ ഐ റൺ ലൈക്ക് യു ആൻഡ് വിൻ മെഡൽസ്? ഷിറിൻ ചോദിക്കാൻ ആ ചാമ്പ്യനോട്, എങ്ങനെയാണ് എനിക്ക് നിന്നെ പോലെ തന്നെ ഇങ്ങനെ
നന്നായി ഓടിയിട്ട് മെഡൽസ് ഒക്കെ വാങ്ങാൻ കഴിയുക എന്ന് ചോദിക്കുകയാണ്. ഷെറിൻ ചാമ്പ്യനോട് ചോദിക്കുന്നത് കണ്ടോ പിക്ചറില്? The champion told Shirin that she could also become a champion if she practiced a lot and ate healthy food. അങ്ങനെ ചാമ്പ്യനെ പോലെ തന്നെ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത് ഷിറിനോട്? നല്ല ഹെൽത്തി ഫുഡ്സ് കഴിക്കുകയും വേണം, പ്രാക്ടീസ് ചെയ്യുകയും വേണം എന്നാണ് പറയുന്നത്. ഷിറിൻ said, ഷിറിൻ പറഞ്ഞു, I practice a lot. ഞാൻ ഒരുപാട് പ്രാക്ടീസ് ഒക്കെ ചെയ്യാറുണ്ട്. But I often fall sick. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? അസുഖം വന്നിട്ട് കിടപ്പിലാവും. The champion asked, What do you eat? നീ എന്താ കഴിക്കാറ്? ചാമ്പ്യൻ ചോദിക്കാണ്. ഷിറിൻ said, ഷിറിൻ പറഞ്ഞു, I like only rice and potatoes. എനിക്ക് എന്താണ് ഇഷ്ടം? എനിക്ക് റൈസും പൊട്ടറ്റോസും മാത്രമാണ് ഇഷ്ടം. The champion laughed and said, ചാമ്പ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഷിറിൻ, it is good that you eat rice and potatoes, but you must eat a lot of other things as well to have a strong and healthy body. നീ കഴിക്കുന്ന റൈസും പൊട്ടറ്റോ ഒക്കെ നല്ല തന്നെയാണ്, ഹെൽത്തി തന്നെയാണ്. പക്ഷെ നീ എന്തും കൂടി ചെയ്യണം, വേറെ തരത്തിലുള്ള ഭക്ഷണം കൂടി ഉൾപ്പെടുത്തണം. നിന്റെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട അത്യാവശ്യമാണ്. എന്തിനാണ്? സ്ട്രോങ്ങും ഹെൽത്തി ആയിട്ടുള്ള ബോഡി ഉണ്ടാക്കുന്നതിന് വേണ്ടി. റൈസും പൊട്ടറ്റോ മാത്രം കഴിച്ചാൽ എന്താ ഉണ്ടാവുക? റൈസിലും പൊട്ടറ്റോസിലും ഒക്കെ ഉള്ള നമുക്ക് നല്ല ബോഡി ഉണ്ടാക്കാൻ, ഹെൽത്തി ബോഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം? ഒരു പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഒരുപാട് ന്യൂട്രിയൻസ്, മിനറൽസ്, വിറ്റാമിൻസ്, ഇതെല്ലാം വേണം അല്ലേ? ഇതെല്ലാം കൂടി ചേർന്നാലാണ് നമുക്ക് നല്ലൊരു ബോഡി, ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ ഉള്ളത്. നല്ല ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മളെ ഈ രോഗാണുക്കൾ, ജേംസ് ഒക്കെ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ, വൈറസും ബാക്ടീരിയ ഒക്കെ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യണ്ടേ? അതിനുള്ളതാണ് നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ജേംസിനൊക്കെ തോൽപ്പിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളെ തോൽപ്പിച്ചിട്ട് നമ്മളെ ജേംസ് ഒക്കെ നമ്മുടെ ബോഡിയിലകത്ത് കയറും. അപ്പോഴാണ് നമ്മൾ പനിയായിട്ടും ചുമയായിട്ടും ജലദോഷമായിട്ടൊക്കെ നമ്മൾ എന്താവുന്നത്? വയ്യാതെയാവുന്നത്. അപ്പൊ നമുക്ക് ആ ജേംസിനൊക്കെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇമ്മ്യൂൺ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം, വേണ്ടേ? അതിന് എന്തൊക്കെ കഴിക്കണം? നമ്മള് എല്ലാ തരത്തിലുള്ള ഭക്ഷണവും കഴിക്കണം. വെജിറ്റബിൾസ് കഴിക്കണം അല്ലേ? പിന്നെ പാല്, മുട്ട, റൈസുകള്, പലതരം മില്ലറ്റ്സുകള്, അങ്ങനെ എല്ലാ ഭക്ഷണങ്ങളും നമ്മള് ലീഫി വെജിറ്റബിൾസ് എല്ലാം കഴിക്കണം. ഓക്കെ. Eat different kind of vegetables and fruits. അല്ലെ? പലതരത്തിലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ കഴിക്കണം. Eat things made from different kind of grains like rice, ragi, jowar, wheat, bajra and many others. Eat pulses and nuts. നിങ്ങൾ എന്ത് ചെയ്യണം? പൾസസും നട്ട്സും വിവിധ തരത്തിലുള്ള ഗ്രെയിൻസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതെല്ലാം കഴിക്കണം. എന്തുകൊണ്ടാ? നമ്മളെ ഒരു ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും മിനറൽസും എല്ലാം കൂടി ഒരു വെജിറ്റബിളിലോ ഇല്ലെങ്കിൽ ഒരു ഫ്രൂട്ടിലോ നമുക്ക് കിട്ടില്ല. ഇല്ലെങ്കിൽ ഒരു ഫുഡ് ഐറ്റംസ് ഒന്നും നമുക്ക് കിട്ടില്ല. ഒരു ഫുഡിൽ ഉണ്ടാകുന്ന ന്യൂട്രിയൻസ് മറ്റേതിൽ ഉണ്ടാവില്ല അല്ലേ? ഇപ്പൊ വിറ്റാമിൻ, നല്ല ഇലകളിലൊക്കെ നമുക്ക് വിറ്റാമിൻ എ ഒരുപാടുണ്ട്. പക്ഷെ വിറ്റാമിൻ എ മാത്രം പോരാ, നമുക്ക് വേറെ വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, പ്രോട്ടീൻ എല്ലാം നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കണം. അങ്ങനെ കഴിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ബോഡി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അല്ലേ? ഇല്ലെങ്കിൽ നമ്മള് റൈസും പൊട്ടറ്റോ മാത്രം കഴിച്ചാൽ എന്താ കിട്ടുക? അതിലുള്ള ന്യൂട്രിയൻസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ബാക്കിയുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഇല്ലാതെ നമ്മളെ ബോഡി ഹെൽത്തി ആവാതിരിക്കും. It is always good to eat food cooked at home. ഏറ്റവും നല്ല എന്താണ്? നമ്മളെ വീട്ടിലുള്ള ഭക്ഷണം കഴിക്കാൻ, വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്തായിരിക്കും? നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് നല്ല ഹൈജീൻ ഉള്ളതായിരിക്കും അല്ലേ? ഹെൽത്തി ആയിരിക്കും. ഡിഫറെന്റ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഗ്രെയിൻസ്, ചോളം, റൈസ്, വീറ്റ്, ഫ്രൂട്ട്സ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകള്, മിൽക്ക് പ്രൊഡക്റ്റുകള് കാണുന്നുണ്ടോ? പൾസസുകള് ഒക്കെ എല്ലാം ചേർന്നാൽ മാത്രമേ നമുക്കൊരു ഗുഡ് ആയിട്ടുള്ള ഹെൽത്തി ബോഡി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഷെറിൻ ഫോളോവ്ഡ് ദ ചാമ്പ്യൻസ് അഡ്വൈസ്. ഷെറിൻ നല്ല കുട്ടിയാണ് അല്ലേ? ഷെറിൻ ചാമ്പ്യൻ പറഞ്ഞ പോലെ കേട്ടു, അതുപോലെ ചെയ്യാൻ തുടങ്ങി. She practiced harder and started eating a variety of food items cooked at home. She understood the
വാല്യൂ ഓഫ് എ ബാലൻസ്ഡ് ഡയറ്റ്. അവർക്ക് എന്ത് മനസ്സിലായി? ദ വാല്യൂ ഓഫ് എ ബാലൻസ്ഡ് ഡയറ്റ്. ബാലൻസ്ഡ് ഡയറ്റ് പറഞ്ഞ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡയറ്റിൽ, നമ്മുടെ ഭക്ഷണത്തിൽ എന്തുണ്ടാവണം? എല്ലാതും ചേരണം. പ്രോട്ടീൻസും മിനറൽസും കാർബോഹൈഡ്രേറ്റും വേണം, വിറ്റാമിൻസ് വേണം, എല്ലാം മാഗ്നീഷ്യം, കാൽസ്യം എല്ലാം ചേർന്നാൽ മാത്രമാണ് നമുക്ക് ബോഡി നല്ല സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാം ചേർന്നിട്ടുള്ള ഡയറ്റിനെയാണ് എന്ത് പറയുന്നത്? നമ്മള് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. After a few months, she could run faster than before. Okay, മനസ്സിലായില്ലേ? അവർക്ക് കുറച്ച് മാസങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു? നന്നായിട്ട് മുന്നത്തെക്കാട്ടിലും നന്നായിട്ട് ഓടാൻ കഴിഞ്ഞു. She felt energetic and healthy. Recently, she won a medal for her school in a running event. അവൾ എന്ത് ചെയ്തു? അവന്റെ സ്കൂളിലെ റണ്ണിങ് ഇവന്റിൽ അവൾ മെഡൽ നേടി. നിങ്ങളും ഷെറിനെ പോലെ ചെയ്യില്ലേ? എല്ലാതരം വെജിറ്റബിൾസും ഫ്രൂട്ട്സും മീറ്റ്, ഫിഷ്, പാല്, മുട്ട, സെറൽസ്, പൾസസ് എല്ലാം നമ്മളെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം. വൈ ഡു വി നീഡ് ടു ഈറ്റ് ഹെൽത്തി ഫുഡ്? നമ്മൾ എന്തിനാ ഹെൽത്തി ഫുഡ് കഴിക്കേണ്ട ആവശ്യം എന്നാ പറഞ്ഞേ? നമുക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കണം, പിന്നെ നന്നായിട്ട് വളർത്തിടണം, നമ്മൾ ഹൈറ്റ് ഒക്കെ വെച്ച് അല്ലെ, നമ്മളെ എല്ലാ ബോഡി പാർട്സും നമ്മളെ ഓർഗൻസും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? എല്ലാ തരത്തിലുള്ള ന്യൂട്രിയൻസും വേണം. അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എല്ലാ തരത്തിലുള്ള ഫുഡും കഴിക്കണം എന്ന് പറയുന്നത്. ടിക്ക് ദ ഫുഡ് ഐറ്റംസ് യു ഈറ്റ് റെഗുലർലി ഫ്രം ദ പിക്ചർ ഗിവൺ ബിലോ. നിങ്ങൾ സാധാരണയായിട്ട് കഴിക്കുന്ന, റെഗുലർ ആയിട്ട് കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് എന്ത് ചെയ്യണം? നിങ്ങൾ ടിക്ക് ചെയ്യുക. അതായത് ഓരോരുത്തരും അവരവര് കഴിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അത് ടിക്ക് ചെയ്യണേ. വെജിറ്റബിൾസ് കഴിക്കാറുണ്ടോ? കഴിക്കുന്നവര്, റെഗുലർ ആയിട്ട് കഴിക്കുന്നവര് ടിക്ക് ചെയ്തോളൂ. സാലഡ്, ഫ്രൂട്ട്സ് ഇതൊക്കെ റെഗുലർ ആയിട്ട് കഴിക്കുന്നവർ മാത്രം ടിക്ക് ചെയ്യണേ. സ്വീറ്റ്സ് കഴിക്കാറുണ്ടോ? സ്വീറ്റ്സ് അങ്ങനെ ഡെയിലി അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് കഴിക്കുന്നത് അത്ര ഹെൽത്തി ഒന്നും അല്ല. റൈസ്, ദാൽ, റൊട്ടി, പിന്നെന്താണ്? മിൽക്ക്. സ്നാക്സ് ഫുഡാണോ കഴിക്കുന്നത്? അല്ല അല്ലെ. സ്നാക്സ് നമ്മൾ ജങ്ക് ഫുഡാണ്. അത് നമ്മളെ ഹെൽത്തിന് അത്ര നല്ലതല്ല. തീരെ കഴിക്കേണ്ടെന്നല്ല ടീച്ചർ പറഞ്ഞത്. എപ്പോഴെങ്കിലും കഴിക്കുന്നത് നല്ലതാണ്, പക്ഷെ റെഗുലർ ആയിട്ട് കഴിക്കേണ്ടത് ഹെൽത്തിന് നല്ലതല്ല. ലസ്സി, ജ്യൂസ്, പനീർ. ഇതുപോലെ വെജിറ്റബിൾസും സാലഡ്സും ഫ്രൂട്ട്സും റൈസ്, ദാല്, റൊട്ടി, പനീർ, ജ്യൂസ്, ലസ്സി, മിൽക്ക് ഇതൊക്കെ റെഗുലർ ആയിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്താണ്? അവരുടെ ഡയറ്റ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണ്. വി ഈറ്റ് ഡിഫറെന്റ് തിങ്സ്. Elders in your family cook different foods during summer and winter. അല്ലെ, സമ്മറിലും വിന്ററിലും നമ്മളെ ഫാമിലിയിൽ എങ്ങനെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഉണ്ടാക്കാറ്. When it is hot, we love to eat kulfi or ice cream and drink tender coconut water. നല്ല സമ്മറിൽ നല്ല ചൂടുള്ളപ്പോൾ നമ്മൾ എന്താ ഇഷ്ടപ്പെടുന്നത്? നല്ല ഐസ്ക്രീമും കുൽഫിയും ടെൻഡർ കോക്കനട്ട് വാട്ടറും ഒക്കെ കഴിക്കാനാണ് നമുക്ക് ഇഷ്ടപ്പെടുക അല്ലെ. നല്ല തണുത്ത സാധനങ്ങൾ കഴിക്കാനല്ലേ ഇഷ്ടം ഉണ്ടാവുക. ഇൻ വിന്റർ, നമ്മൾ വിന്ററിൽ എന്താണ് ഇഷ്ടപ്പെടുക? ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ അല്ലെ. സൂപ്പുകളും സ്റ്റൂകളും ഹോട്ട് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുക. We get different fruits and vegetables in different season. ഡിഫറെന്റ് സീസണിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് കിട്ടാറ് അല്ലെ. ഓറഞ്ച് കിട്ടുന്നത് ഏത് സ്ഥാനത്തെ? തണുപ്പ് കാലൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഒരുപാട് ഓറഞ്ചുകളൊക്കെ കിട്ടാറുള്ളത്. മാംഗോസും ലെമൺസും ഒക്കെ എപ്പോഴാണ് കിട്ടാറുള്ളത്? സമ്മറില് അല്ലെ. വിന്ററിൽ കിട്ടുന്നതാണ് ആപ്പിളുകൾ അല്ലെ. ആപ്പിൾസ് ഒക്കെ വിന്ററിലാണ് നമുക്ക് ഓരോ കാലങ്ങളിലാണ്, വിന്ററിലാണ് നമുക്ക് ആപ്പിൾസ് കിട്ടുന്നത്. അങ്ങനെ അത് സീസൺ അനുസരിച്ച് കിട്ടുന്ന ഫ്രൂട്ട്സിന്റെ ഇതും വ്യത്യാസപ്പെട്ടിരിക്കും. Make a list of fruits and vegetables available in special food items that are prepared in some summer and in the winter. നിങ്ങൾ സമ്മറിൽ കിട്ടുന്നതായിട്ടുള്ള ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും പേര് ഇവിടെ എഴുതണം. വിന്ററിൽ കിട്ടുന്നതായിട്ടുള്ള ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും പേര് ഇവിടെ എഴുതി വെക്കണം കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് സമ്മറിൽ കിട്ടുന്നത് നിങ്ങൾ പറയൂ? മാംഗോ, വാട്ടർമെലൺ, പൈനാപ്പിൾ. പിന്നെ വെജിറ്റബിൾസോ? കുക്കുംബർ, പംകിൻ അല്ലെ. നിങ്ങൾക്ക് ഇനിയും കുറെ അറിയുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ഇവിടെ എഴുതി വെക്കുക കേട്ടോ. വിന്ററിൽ ഏതൊക്കെ ഫ്രൂട്ട്സാ കിട്ടാറ്? ഓറഞ്ച്, ആപ്പിൾ, കിവി, ഗോവ അല്ലെ. വെജിറ്റബിൾസ് ഏതൊക്കെയാണ്? കാരറ്റ്, ബ്രോക്കോളി, സ്പിനാച്ച്, റാഡിഷ് ഒക്കെ വിന്ററിൽ കിട്ടുന്നതായിട്ടുള്ള വെജിറ്റബിൾസ് ആണ്. ഓക്കെ.
In different part of our country, people eat a variety of delicious food. നമ്മുടെ രാജ്യത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള വേറെ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് അല്ലേ? Are there some dishes that you have heard about but you have not tasted yet? നിങ്ങൾ പലതരം ഡിഷസിനെ കുറിച്ചിട്ട് അങ്ങനെ കേട്ടിട്ടുണ്ടാവും. നോർത്തിലുള്ള ഭക്ഷണങ്ങളെ കുറിച്ച്, സൗത്തിലുള്ള ഭക്ഷണങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്ത നമ്മൾ ഇഷ്ടം പോലെ ഡിഷസ് ഉണ്ടായിരിക്കും. You, your friends or family members may have traveled to different places and found different types of food eaten together. Someone you know may be staying in another part of the country and eating some food items different from what you eat. നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുള്ളവർ പലതരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുക. സൗത്ത് ഇന്ത്യയിലുള്ളവർ കഴിക്കുന്ന ഭക്ഷണമല്ല നോർത്തിലുള്ളവർ കഴിക്കുന്ന അല്ലേ? നമ്മൾ എന്താ കഴിക്കാറ്? സൗത്തിലുള്ളവര് ദോശ, ഇഡ്ലി അല്ലേ, റൈസ്, അതൊക്കെ അല്ലേ കഴിക്കാറ്? സാമ്പാറ്, അവിയല്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് നമ്മൾ കഴിക്കാറ്. നോർത്തിലൊക്കെ ആകുമ്പോൾ അവര് ചപ്പാത്തിയും ആലു പൊറോട്ട, ഉരുളൻകിഴങ്ങ് കറികള്, ദാലുകള്, അതൊക്കെയാണ് അവര് മെയിൻ ആയിട്ടും ഉപയോഗിക്കാറുള്ളത്. ഓരോരോ ഭാഗങ്ങളിലുള്ള ആളുകളിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഉപയോഗിക്കുന്നത്. Find out the name of these foods and discuss them with your friends. നിങ്ങൾ അത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസിന്റെ പേരുകളൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഫ്രണ്ട്സുമായിട്ട് എന്ത് ചെയ്യുക? ഡിസ്കസ് ചെയ്യുക. Name these drinks in your language. ഇവിടെ കുറച്ച് ഡ്രിങ്ക്സുകൾ തന്നിട്ടുണ്ട്. അവയുടെ പേരുകൾ നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതാനാണ് പറയുന്നത്. ടെൻഡർ കോക്കനട്ട് വാട്ടർ. ടെൻഡർ കോക്കനട്ട് വാട്ടറിന് നമ്മൾ എന്ത് പറയും? കരിക്ക് വെള്ളം എന്ന് പറയും അല്ലേ? ഞാനിവിടെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ മലയാളം പേര് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മാംഗോ ജ്യൂസ് എന്ന് പറയും, മാങ്ങ ജ്യൂസ് എന്ന് പറയും അല്ലേ? പിന്നെ ഇതെന്താ? ആംപന്ന. നമ്മൾ മാംഗോ സർബത്ത് എന്ന് പറയില്ലേ, അതാണ് ഈ ആംപന്ന. ഓറഞ്ച് ജ്യൂസിന് എന്താ നമ്മൾ പറയാ? ഓറഞ്ച് ജ്യൂസ് തന്നെയാണ് പറയാറ് അല്ലേ? ലൈം വാട്ടർ. ലൈം വാട്ടറിനെ പറയുന്ന പേര് നാരങ്ങ വെള്ളം. During the summer, the weather is hot. We sweat a lot. When we sweat, we lose water from our body. നമ്മൾ സമ്മർ ആവുമ്പോൾ ഭയങ്കര ചൂട് കാരണം നമുക്ക് ഒരുപാട് നമ്മൾ വേർക്കാറുണ്ട്. അങ്ങനെ വേർക്കുമ്പോൾ എന്താ പറ്റും? നമ്മളെ ശരീരത്തിൽ നിന്ന് ഒരുപാട് വെള്ളം നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഒരുപാട് വെള്ളം കുടിക്കണം. That is why in the summer we drink more water, buttermilk, nimbu pani, ampanna, sugarcane juice or tender coconut water. We also sweat when we play or do any physical activity. We should drink water frequently. നമ്മൾ ഒരുപാട് കളിക്കുകയും ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പോൾ സമ്മറിൽ എന്ത് ചെയ്യും? നമ്മൾ ഒരുപാട് വേർക്കാണ്. ഇല്ലെങ്കിൽ തന്നെ നമ്മൾ നല്ല വേർക്കൂലേ ചൂട് കാരണം. നമ്മുടെ ബോഡിയിൽ നിന്ന് വെള്ളം നഷ്ടമാവും, വാട്ടർ നഷ്ടമാവും. നഷ്ടമാവുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആവും. നമ്മുടെ ബോഡിക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ എല്ലാ ഓർഗൻസിനും നമുക്ക് എന്ത് വേണം? വെള്ളം വേണം. ആവശ്യത്തിന് വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ എല്ലാ ഓർഗൻസും നന്നായി പ്രവർത്തിക്കുകയുള്ളൂ. അങ്ങനെ ഇല്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യും? അവയ്ക്ക് നന്നായി വർക്ക് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക? നല്ല വെള്ളം കുടിക്കണം സമ്മറിൽ എന്ന് പറയുന്നത്. ഹൗ ഓപ്പൺ ഡു യു ഡ്രിങ്ക് വാട്ടർ? ഞാൻ മുന്നത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എന്തായാലും നന്നായി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മുടെ വീട്ടിൽ നിന്നെല്ലാം പറയുമെങ്കിലും നമുക്ക് അത്ര ഇഷ്ടമല്ലല്ലോ വെള്ളം കുടിക്കാനൊന്നും. എപ്പോഴാ ദാഹിക്കുന്ന ചപ്പ മാത്രമല്ലേ നമ്മളെടുത്ത് വെള്ളം കുടിക്കാറുള്ളൂ. അങ്ങനെയല്ല, സമ്മറിലൊക്കെ പ്രത്യേകിച്ചും നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് തന്നെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. അവർ ബോഡി നീഡ്സ് എ ലോട്ട് ഓഫ് വാട്ടർ. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ബോഡിക്ക് എന്ത് വേണം? നല്ലോണം വെള്ളം ആവശ്യമാണ്. We can't live without water. വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. That is why we often say water is life. We eat different part of plant. Some examples are given below. നമ്മൾ ഒരു പ്ലാന്റ്സിന്റെ പല ഭാഗങ്ങളാണ് കഴിക്കാറ് അല്ലേ? ലീഫ് ഉപയോഗിക്കാറുണ്ട്, സ്റ്റെം ഉപയോഗിക്കുന്നുണ്ട്, റൂട്ട് ഉപയോഗിക്കാറുണ്ട്, ഫ്ലവേഴ്സ് ഉപയോഗിക്കാറുണ്ട് അല്ലേ? ഇവിടെ കുറച്ച് എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. പ്ലാന്റ്സിന്റെ ലീഫ് ഏതൊക്കെയാന്ന് പറയാം. സ്പിനാച്ച്, ഫെനുഗ്രീക്ക്, കാബേജ്, മസ്റ്റാർഡ്, കൊറിയാൻഡർ. ഇതെല്ലാം എന്താണ്? ഒരു പ്ലാന്റിന്റെ ലീഫ് പാർട്ടാണ്, ലീവ്സ് ആണ്. സ്പിനാച്ച് അറിയില്ലേ? നിങ്ങൾ ചീര കണ്ടിട്ടില്ലേ? ഫെനുഗ്രീക്ക് മേത്തി ലീഫ് എന്നൊക്കെ പറയും. കുഞ്ഞു കുഞ്ഞു ഇലകളായിട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കുറച്ച് കയ്പൊക്കെ ഉണ്ടായിരിക്കും അതിന്.
ക്യാബേജ് കഴിക്കാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? മസ്റ്റാർഡ് ലീഫ് കഴിച്ചിട്ടുണ്ടോ? അതേപോലെ കൊറിയാണ്ടർ ലീഫ്. പിന്നെ ഫ്രൂട്ട്സ് ഏതൊക്കെയാ? ഗോവ, സപ്പോട്ട, ആപ്പിൾ, മാംഗോ, ഇതൊക്കെ എന്താണ്? ഒരു പ്ലാന്റിന്റെ ഫ്രൂട്ട്സിനാണ്. ഇനി റൂട്ട് പോർഷൻ ഏതാണ്? ക്യാരറ്റ്, റാഡിഷ്, ബീട്രൂട്ട്, ഇതെല്ലാം എന്താണ്? ഒരു പ്ലാന്റിന്റെ റൂട്ടാണ്. ക്യാരറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന്റെ റൂട്ടാണ് കേട്ടോ. റാഡിഷ് ഒക്കെ കണ്ടിട്ടില്ലേ? വൈറ്റ് കളറില് ക്യാരറ്റിനെ പോലെ തന്നെ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഒരു പ്ലാന്റിന്റെ സ്റ്റെം ആയിട്ടുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണ്? പൊട്ടറ്റോസ്, ബാംബൂ, ജിഞ്ചർ, ഓനിയൻ. സീഡ്സ് എന്തൊക്കെയാ? ഗ്രെയിൻസ്, പൾസസ്, ഡ്രൈ ഫ്രൂട്ട്സ്. ഡ്രൈ ഫ്രൂട്ട്സ് അറിയില്ലേ? നട്ട്സ്, ബദാം, പിസ്ത എന്നൊക്കെ പറയില്ലേ? അതൊക്കെ എന്താണ്? ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. പൾസസ് കണ്ടിട്ടില്ലേ? ചെറുപയറ്, ബീൻസുകൾ കണ്ടിട്ടില്ലേ? ഇതൊക്കെ അടുക്കളയിൽ പോയിട്ട് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഗ്രെയിൻസ്, ചോളം, അരി, ഗോതമ്പ്, ഇതൊക്കെ എന്താണ്? ഗ്രെയിൻസ് ആണ്. Some people also eat things that are taken from animals. നമ്മൾ ആനിമൽസ് നിന്നുള്ള പ്രൊഡക്ട്സുകളും നമ്മൾ കഴിക്കാറുണ്ട്, ഉപയോഗിക്കാറുണ്ട് ഭക്ഷണമായിട്ട് അല്ലേ? ഏതൊക്കെയാണ്? മിൽക്ക്, കേർഡ്, ഗീ, ചീസ്, പനീർ, ഹണി, എഗ് ആൻഡ് മീറ്റ്. പശുവിൽ നിന്നും ഒക്കെ എരുമയിൽ നിന്നൊക്കെ കിട്ടുന്ന പാൽ ഉപയോഗിക്കാറില്ലേ നമ്മൾ? അത് കേർഡായിട്ട്, തൈരായിട്ട് ഉപയോഗിക്കാറുണ്ട്. നെയ്യ്, ഗീ അല്ലെ? ചീസ്, പനീർ എന്താണ്? ഒരു പാൽ ഉൽപ്പന്നമാണ്, മിൽക്ക് പ്രൊഡക്റ്റ് ആണ് അല്ലേ? ഹണി എന്താണ് എടുക്കുന്നത്? ഹണി ബീന്. എഗ്സ് അല്ലെ? മീറ്റ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഉപയോഗിക്കാറുണ്ട്. Time. Two of our most commonly used ingredients are neither obtained from plants nor from animals. Name at least one of these ingredients. എന്താ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡിലൊക്കെ ഉപയോഗിക്കുന്ന 2 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അത് പ്ലാന്റ്സ് ഒന്നും അല്ല കിട്ടുന്നത്, ആനിമൽസ് ഒന്നും അല്ല കിട്ടുന്നത്. ഏതാണെന്നറിയോ? സാൾട്ടും വാട്ടറും. അത് പ്ലാന്റ്സ് നിന്നാണോ കിട്ടുന്നത്? അല്ല. വാട്ടർ എവിടുന്നാ കിട്ടുന്നത്? സ്കൈയിൽ നിന്നാ കിട്ടുന്നത് അല്ലെ? സാൾട്ട് എവിടുന്നാ കിട്ടുന്നത്? സീന്ന്, കടലിൽ നിന്ന്. ഉപ്പുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഉപ്പ് പാടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? Would you share your food with your friends if your friend does not bring lunch? നിങ്ങളുടെ ഫ്രണ്ട് ലഞ്ച് കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുഡ് ഷെയർ ചെയ്യാറുണ്ടോ? ഉണ്ടല്ലേ? വെരി ഗുഡ്, നല്ല കുട്ടികളാണ് അല്ലേ? ഇനി നമ്മൾ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. വൈ ഡു വി നീഡ് ടു ഈറ്റ് ഹെൽത്തി ഫുഡ്? നമ്മൾ എന്താ ഹെൽത്തി ഫുഡ് കഴിക്കേണ്ട ആവശ്യം എന്താണ്? ഈറ്റിംഗ് ഹെൽത്തി ഫുഡ് ഹെൽപ്പ് അസ് ഗ്രോ സ്ട്രോങ്. നമ്മൾ സ്ട്രോങ് ആവാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ആൻഡ് ഗീവ് അസ് ദ എനർജി ടു പ്ലേ ആൻഡ് ലേൺ. പഠിക്കാനും കളിക്കാനും ഒക്കെ ഉള്ള എനർജി നമുക്ക് തരും. കീപ്പിംഗ് അവർ ബോഡീസ് ഹെൽത്തി ആൻഡ് ഹാപ്പി. നമ്മളെ ബോഡീനെ ഹെൽത്തിയും ഹാപ്പിയും ആക്കും എന്താണ്? ഹെൽത്തി ഫുഡ്. ഓക്കെ. വാട്ട് ഈസ് എ ബാലൻസ്ഡ് ഡയറ്റ്? എന്താ ബാലൻസ്ഡ് ഡയറ്റ്? എ ബാലൻസ്ഡ് ഡയറ്റ് ഇൻക്ലൂഡ്സ് fruits, vegetables, whole grain, proteins and dairy for strong bodies and energy. നമുക്ക് സ്ട്രോങ് ബോഡി എനർജി ഉണ്ടാക്കുന്നതിന് ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും വോൾ ഗ്രെയിൻസും പ്രോട്ടീൻസും എല്ലാം ആവശ്യമാണ്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്താണ് ബാലൻസ്ഡ് ഡയറ്റ്. Where does food come from? എവിടെ നിന്നാണ് ഫുഡ് വരുന്നത്? We get food from plants and animals. Do you know which foods are grown in the fields? Write a few names of such crops. എവിടുന്ന് ഏതൊക്കെയാണ് ഫീൽഡിൽ ഉണ്ടാകുന്നത്? ഫുഡ് ഗ്രോൺ ഇൻ ദ ഫീൽഡ്സ് ആർ വീറ്റ്, കോൺ, റൈസ്, സോയാബീൻ, പൊട്ടറ്റോസ്, ഓണിയൻ, പൾസസ് എക്സെട്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Discuss and write down in what form from some of these foods are cooked. Answer: rice. Rice എന്തിനൊക്കെ ഉപയോഗിക്കും? നമ്മൾ ബിരിയാണി, പുലാവ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലേ? വീറ്റോ? ചപ്പാത്തി, ബ്രെഡ് ഐറ്റംസ്. പൾസസ് യൂസ്ഡ് ഫോർ ദാൽ. പൊട്ടറ്റോസ് എന്തിനാ ഉപയോഗിക്കുന്നത്? ആലു ഡിഷസ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടി. ടൊമാറ്റോസ് നമ്മളെ കറികളിലെല്ലാം സോസോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന പൊട്ടറ്റോസ് ആണ്. ഓണിയൻസ് യൂസ്ഡ് ഇൻ
many dishes. Next question. Why do we need different kind of food? നമ്മൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ? We need different kinds of food because different kinds of food give us different types of nutrients. Different types of food നമുക്ക് different types of nutrients തരുന്നുണ്ട്. Some foods give our bodies protein to grow. Some gives carbohydrate to get energy. And some other gives different vitamins and minerals that help us stay healthy and strong. മനസ്സിലായില്ലേ? ഇത് നമ്മൾ ആ ചാപ്റ്ററിൽ പറഞ്ഞതാണ് കാര്യങ്ങളാണ് അല്ലേ? ഇനിയും അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല തോന്നുന്നു. വൈ ഡു വി ഈറ്റ് സീസണൽ ഫുഡ്സ്? നമ്മൾ എന്തിനാ സീസണൽ ഫുഡ്സ് കഴിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? വി ഈറ്റ് സീസണൽ ഫുഡ്സ് ബിക്കോസ് ദേ ആർ ഫ്രഷ് ആൻഡ് ടേസ്റ്റ് ബെസ്റ്റ് അറ്റ് സെർട്ടൈൻ ടൈംസ് ഓഫ് ദ ഇയർ. നല്ല ഫ്രഷ് ആയിരിക്കും, നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും. ദേ ആൾസോ ഓഫൻ ഹാവ് മോർ ന്യൂട്രിയൻസ് വെൻ ദേ ആർ ഇൻ സീസൺ. മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? ഹൗ ക്യാൻ യു ടെൽ ഇഫ് എ ഫുഡ് ഈസ് ഹെൽത്തി ഓർ അൺഹെൽത്തി? എങ്ങനെയാണ് നമ്മളൊരു ഫുഡ് ഹെൽത്തി ആണ് അല്ലെങ്കിൽ അൺഹെൽത്തി ആണെന്ന് പറയുന്നത്? ഹെൽത്തി ഫുഡ്സ് യൂഷ്വലി ഹാവ് ലോട്ട് ഓഫ് വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് and make us feel good after eating them. വിറ്റാമിൻസും മിനറൽസും ഒക്കെ ഒരുപാടുള്ളതാണ് ഹെൽത്തി ഫുഡ്. അത് കഴിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു ഹാപ്പി ഫീലിംഗ് ഉണ്ടാക്കും. നമ്മളൊരു ഗുഡ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കും. അപ്പൊ അൺഹെൽത്തി ഫുഡ് കഴിച്ചാലോ? അൺഹെൽത്തി ഫുഡ്സ് മൈറ്റ് ഹാവ് ടു മച്ച് ഷുഗർ, ഫാറ്റ് ഓർ സാൾട്ട് ആൻഡ് ക്യാൻ മേക്ക് us feel tired or sick if we eat too much. അതിലൊരുപാട് ഷുഗറും ഫാറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് എന്താണ്, നമുക്കത് കഴിച്ചാൽ ടയേർഡായിട്ടും സിക്കായിട്ടും ഒക്കെ ഫീൽ ചെയ്യും. നെക്സ്റ്റ്, വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു അവോയ്ഡ് വേസ്റ്റിംഗ് ഫുഡ്? ക്യാൻ യു തിങ്ക് ഓഫ് സം വേസ് ടു റെഡ്യൂസ് ഫുഡ് വേസ്റ്റ് അറ്റ് ഹോം? എന്തുകൊണ്ടാണ് നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്യരുതെന്ന് പറയാൻ കാരണം? അപ്പൊ വേസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള എന്തെങ്കിലും ഐഡിയകൾ നിങ്ങൾക്ക് അറിയുമോ എന്നാ ചോദിക്കുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അവോയ്ഡ് വേസ്റ്റിംഗ് ഫുഡ് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് സേവ് മണി ആൻഡ് പ്രൊട്ടക്ട്സ് എൻവിറോൺമെന്റ്. നമ്മളെ എൻവിറോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും മണി സേവ് ചെയ്യാനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. വി ക്യാൻ റെഡ്യൂസ് ഫുഡ് വേസ്റ്റ് അറ്റ് ഹോം ബൈ പ്ലാനിങ് മീൽസ്, സ്റ്റോറിംഗ് ഫുഡ് പ്രോപ്പർലി. ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ചാപ്റ്റർ 7ന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി. അപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.